السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ولا حول ولا قوة إلا بالله. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ സീറ പഠനത്തിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠനത്തിൻ്റെ 10ാമത്തെ ഭാഗമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നദ്റു അബ്ദുൽ മുത്തലിബ് ദബ്ഹ അഹദി ഔലാദിഹി. അബ്ദുൽ മുത്തലിബ് തൻ്റെ പുത്രന്മാരിൽ ഒരാളെ ബലിയർപ്പിക്കുമെന്ന് നേർച്ച നേർന്നിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച. സംസം കിണർ കുഴിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആകെ ഒരു മകനുണ്ടായിരുന്നത്. ആ മകൻ്റെ പേര് ഹാരിസ് എന്നായിരുന്നു. ഖുറൈശികളുടെ എതിർപ്പിനെ തുടർന്ന് തനിക്ക് സഹായിക്കാൻ ആളുകൾ വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു നേർച്ച ചെയ്തു. അള്ളാഹു എനിക്ക് 10 പുത്രന്മാരെ നൽകി എന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ പ്രാപ്തരായാൽ ഒരാളെ കഅബയുടെ സമീപത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ബലി അർപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ ആ 10 പുത്രന്മാരെ അദ്ദേഹത്തിന് ലഭിച്ചു. അള്ളാഹു നൽകിയ ഈ 10 പുത്രന്മാർ അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള സംരക്ഷണം നൽകാൻ പര്യാപ്തരായിരുന്നു. അവരുടെ പേരുകൾ: 1 അൽ ഹാരിസ്, 2 അസ്സുബൈർ, 3 അബൂ ലഹബ്, 4 അൽ മുഖവ്വം, 5 ളിറാർ, 6 അബൂ താലിബ്, 7 ജഹിൽ. വേറൊരു പേരും കൂടെ പറയപ്പെടുന്നുണ്ട്. ജഹിലല്ല, ജഹിൽ. ആ ജഹിൽ എന്നതിന് ഹജിൽ എന്നും പറയുന്നത് കാണാൻ സാധിക്കും. 8ാമത്തെ മകൻ അബ്ദുള്ള, 9ാമത്തെ ഹംസ, 10ാമത് അബ്ബാസ്. ഇങ്ങനെ 10 പുത്രന്മാരെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. എന്നാൽ ചില ചരിത്രകാരന്മാർ മക്കളുടെ ഈ ക്രമത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇതേ ക്രമം അല്ലാതെ വേറെ ക്രമത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 10 മക്കളും അവർക്ക് പ്രായപൂർത്തിയായപ്പോൾ അബ്ദുൽ മുത്തലിബ് തൻ്റെ ആ നേർച്ച അവരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് അറിയിച്ചു. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ആ നേർച്ച നിറവേറ്റാൻ അവരെല്ലാവരും സമ്മതിച്ചു. ഓരോരുത്തരുടെയും പേര് അമ്പുകളിൽ എഴുതി നറുക്കെടുപ്പ് നടത്തി. അമ്പുകളിൽ എഴുതിയിട്ട് നറുക്കെടുപ്പ് നടത്തി. കാബക്കുള്ളിലെ ഹുബൽ വിഗ്രഹത്തിനരികെ പതിവ് പോലെ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ അബ്ദുള്ളയുടെ പേരാണ് വന്നത്. അങ്ങനെ അബ്ദുള്ളാനെ ബലിയെറുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അബ്ദുൽ മുത്തലിബ് നേർച്ച നിറവേറ്റാൻ അബ്ദുള്ളനെ കഅബയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഖുറൈശികളാരും, പ്രത്യേകിച്ച് ബനു മഖ്സൂം, ഈ പ്രവൃത്തി ചെയ്യാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം, മറ്റൊരു പരിഹാരം നമ്മൾ കാണണം എന്ന് അവർ നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ജ്യോത്സ്യ സ്ത്രീയുടെ നിർദ്ദേശം കിട്ടാൻ വേണ്ടി അവരുടെ അടുക്കിലേക്ക് പോയി. ഹിജാസിലെ ഒരു പ്രവചനക്കാരി, ഒരു കാഹിന ഉണ്ടായിരുന്നു. ആ കാഹിനയുടെ അടുത്തേക്ക് അവർ പോയി. അവർ ചോദിച്ചു, ഒരു മനുഷ്യൻ്റെ ദിയത്ത് എന്നാൽ ഈ വ്യക്തിക്ക് പകരം, രക്തത്തിന് പകരം എത്ര ഒട്ടകങ്ങളാണ് നൽകേണ്ടത് എന്ന് അവൾ ചോദിച്ചു. അവർ പറഞ്ഞു 10 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ നിർദ്ദേശിച്ചു, അബ്ദുള്ളയുടെയും അതുപോലെ തന്നെ 10 ഒട്ടകങ്ങളുടെയും പേരിൽ ഒരു നറുക്കിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നറുക്ക് അബ്ദുള്ളയുടെ പേരിൽ വന്നാൽ ഓരോ തവണയും 10 ഒട്ടകം വീതം അറുക്കുക. 10 ഒട്ടകത്തിന് അറുക്കുക. അങ്ങനെ ഒട്ടകങ്ങളുടെ പേരിൽ നറുക്ക് വരുന്നത് വരെ തുടരുക. അങ്ങനെ 100 ഒട്ടകങ്ങൾ വരെ മോചനമായി നൽകേണ്ടി വന്നു. ആദ്യം 10 ഒട്ടകങ്ങൾ വെച്ചു. നറുക്ക് അബ്ദുള്ളക്കായിരുന്നു. അങ്ങനെ 20, 30, 40 അങ്ങനെ കൂട്ടി കൊണ്ടുപോയി.
ഒടുവിൽ 100 ഒട്ടകങ്ങളായപ്പോൾ നറുക്ക് ഒട്ടകങ്ങളുടെ പേരിൽ വന്നു. അപ്പോൾ അബ്ദുള്ളയുടെ പേരിലും ഒട്ടകങ്ങളുടെ പേരിലാണ് നറുക്കിടാൻ പറഞ്ഞത്. അങ്ങനെ 10 പ്രാവശ്യം അബ്ദുള്ളയുടെ പേരിലാണ് നറുക്ക് വന്നത്. അവസാനത്തെ നറുക്കിൽ എന്ന് പറഞ്ഞാൽ 11ാമത്തെ നറുക്കിൽ പിന്നെ ഒട്ടകങ്ങളുടെ പേരിൽ വന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടി 3 പ്രാവശ്യം കൂടി നറുക്കിട്ടു. എല്ലാ തവണയും ഒട്ടകങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വന്നു. പിന്നെ 100 ഒട്ടകങ്ങളെ ബലിയർപ്പിച്ച് അബ്ദുള്ളനെ മോചിപ്പിച്ചു. ഈ 100 ഒട്ടകങ്ങളുടെ ദിയത്ത് യഥാർത്ഥത്തിൽ അത് ആ സംഭവം നടന്നതിന് ശേഷമാണ് അറബികളായ ആളുകൾ ഒരു മനുഷ്യൻ്റെ ദിയത്ത് 100 ഒട്ടകങ്ങളാണ് എന്ന രീതിയിൽ വ്യാപകമാക്കിയത്. പിന്നീട് ഇസ്ലാമും ഈ ഇളവ് അംഗീകരിച്ചു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനബിനു ദബീഹൈനി എന്ന് തന്നെ കുറിച്ച് പറയുന്ന വളരെ പ്രസിദ്ധമായി ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ് കേൾക്കാറുണ്ട്. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നത് ഇത് സ്വഹീഹല്ല എന്നുള്ളതാണ്. അപ്പോൾ അനബിനു ദബീഹൈൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നിരവധി ഹദീസ് പണ്ഡിതന്മാർ ഇതിൻ്റെ സനദ് ദുർബലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് പറയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഭാഗത്ത്, അതായത് അബ്ദുള്ളയെ നേർച്ച ബലി അർപ്പിക്കുവാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇതിൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങൾക്ക് അവൻ തന്നെ പരിഹാരമൊരുക്കും. അതുപോലെ തന്നെ നേർച്ചകൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവ ചെയ്യുമ്പോൾ വിവേകവും ശരീഅത്തിൻ്റെ നിർദ്ദേശവും പാലിക്കേണ്ടതുണ്ട്. അബ്ദുള്ളാനെ അള്ളാഹു സംരക്ഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനുള്ള ഒരു അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രവും ഹദീസും പഠിക്കുമ്പോൾ സ്വഹീഹായ റിപ്പോർട്ടുകളും ദഈഫായ റിപ്പോർട്ടുകളും വേർതിരിച്ചറിയൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആധികാരികമായ ഒരു പഠനം എന്നുള്ള നിലക്കാണ് ഇത് അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന ഇബ്നു അദ്ദബീഹൈൻ എന്ന ആധികാരികമായ ആളുകൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഈ പ്രസിദ്ധ വാക്യം എന്ന് കരുതുന്ന ഈ വാക്യം അതൊരിക്കലും സ്വഹീഹായി സ്വീകരിക്കാവതല്ല, സ്വഹീഹായി വന്നിട്ടില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ 10ാമത്തെ ഭാഗമാണ് മനസ്സിലാക്കിയത്. അബ്ദുള്ളയെ ബലി അർപ്പിക്കുവാൻ, നേർച്ച അർപ്പിക്കുവാനുള്ള തീരുമാനം, ആ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.